ജിമ്മ് കഴിഞ്ഞ് മര്യാദയ്ക്ക് വീട്ടിൽ പോകാൻ നിന്നതിനോട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോയാൽ പോരെന്ന് ചോദിച്ചപ്പോൾ കഴിക്കുന്ന കാര്യത്തിൽ നോ പറഞ്ഞ് ശീലമില്ലാത്ത ഞാൻ മറുത്തൊരക്ഷരം പറഞ്ഞില്ല. അല്ലെങ്കിലും എന്നെ ഒരിക്കലും നന്നാവാൻ ചേച്ചി സമ്മതിക്കാറില്ല. ഒന്നെങ്കിൽ വീട്ടിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കി കൊണ്ടുതരും, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ പുറത്ത് കഴിക്കാൻ പോകാന്ന് പറയും. ഞങ്ങൾ രണ്ടുപേരും മുമ്പ് സെയിം ടീമിൽ എഡ്യൂക്കേറ്റേഴ്സ് ആയിട്ട് വർക്ക് ചെയ്തവരാണ്. എന്ത് കാര്യത്തിനും വളരെ പോസിറ്റീവായിട്ട് കാണുന്ന ചുരുക്കം ചില ആൾക്കാരിൽ ഒരാളാണ് നമ്മുടെ ഈ റോസേച്ചി. ഇപ്പൊ ഞങ്ങൾ ഒരു ടീമിലല്ല വർക്ക് ചെയ്യുന്നതെങ്കിലും ഇടയ്ക്ക് ഇതുപോലെ ചായ കുടിക്കാനും ജിമ്മിൽ പോകാനും ഷോപ്പിങ്ങിന് പോകാനൊക്കെ ഒന്നിച്ചിറങ്ങും. കാണുമ്പോഴെല്ലാം പറയാൻ ഒരുപാട് കഥകളും ഉണ്ടാവും. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് ഇറങ്ങി നടന്നു. വീട്ടിലെത്തിയ ശേഷം ഇനി ഒരാഴ്ച ഡ്യൂട്ടിക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനുള്ള ലഞ്ച് ബോക്സസ് ഒക്കെ പാക്ക് ചെയ്ത് വെച്ചു. ഇങ്ങനെ ചെയ്തു വെക്കുകയാണെങ്കിൽ പരിപാടി ഭയങ്കര എളുപ്പമാണ്. പിന്നെ എന്നും എന്ത് കുക്ക് ചെയ്യണമെന്ന് ആലോചിക്കുകയും വേണ്ട, അതിന് ഒരുപാട് സമയം കളയണ്ട. ഇനിയൊന്ന് ഗ്രൂമിങ്ങും ഫ്രഷ് ആവലൊക്കെ കഴിഞ്ഞ് പുറത്തു പോയിട്ട് വരാം. ഇന്ന് നല്ല വെയിലും വെളിച്ചൊക്കെ ഉള്ള ദിവസമാണ്. ഇങ്ങനെ വെളിച്ചൊക്കെ ഉള്ള ദിവസം വീടിനകത്ത് വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ വൈകിട്ടാവുമ്പോഴേക്ക് ഇന്നത്തെ ഒരു ദിവസം വേസ്റ്റ് ആക്കിയല്ലോ എന്ന് തോന്നും. അങ്ങനെയുള്ള തോന്നൽ ഒഴിവാക്കാനായിട്ട് നമുക്കൊന്ന് പുറത്തൊക്കെ പോയി കുറച്ച് അലഞ്ഞു തിരിഞ്ഞ് നടന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ട് വരാം. എന്നാൽ ശരി, വേറൊരു വീഡിയോ ആയിട്ട് വെറുപ്പിക്കൽ തുടരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.